വാക്യത്തിൽ വായിക്കുന്ന ഈ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനിടയാകണം. The next verse says you should be able to worship God, serve God with gladness. ടിവിയുടെ മുൻപിൽ വരുമ്പോൾ അതിന്റെ സന്തോഷം വെളിപ്പെടുത്തുന്നത് ദൈവസന്നിധി വരുമ്പോൾ അതിന്റെ സന്തോഷം വെളിപ്പെടുത്തുവാനിടയാകണം. You don't reveal your joy when you sit in front of the TV, but when you come to the presence of God, you need to express the joy. എന്താ കാര്യം ചോദിച്ചാൽ സമൃദ്ധിയില്ലാത്ത എത്രയോ പ്രിയപ്പെട്ടവർ ആഫ്രിക്കൻ നാടുകളിലും അല്ല ഇന്ത്യയിലും ഉള്ള കാര്യം നീ മറന്നു പോകരുത്. This morning you and I should not forget that there are many people who are going through suffering in many parts of this world. ദൈവം പറയുന്നത് സന്തോഷത്തോടും ഉന്മേഷത്തോടും കൂടി ദൈവത്തെ നീ സ്തുതിക്കാതെ ഇരിക്കുന്നത് കൊണ്ട്. Amen. Yeah, and the word of God says because you do not serve him with joy and gladness. അതുകൊണ്ട് നിനക്ക് പറ്റിയ അനുഭവം വായിക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ വിശപ്പോടും അതോടൊപ്പം കഷ്ടതയോടും കൂടി ഓടേണ്ട അനുഭവം വരും. That is why he says you will have to flee from the presence of your enemies with hunger. അതെ, ഈ ചർച്ച് ആരുടേതോ ആണെന്ന് ഞാൻ ഇങ്ങനെ കേൾക്കുവാനിടയായി. I heard that this church belongs to somebody. ഉന്മേഷവും അതെ സോദരം സകല വസ്തുക്കളെയും സമൃദ്ധി ഹേതുവായി ഒരു കാലത്ത് ഇതിനകത്ത് ആരാധിച്ച പ്രിയപ്പെട്ടവർ മുന്നോട്ട് പോയവരല്ലേ? These people who worshipped here at one time went through the abundance of the things they had and they worshipped in this place. ചർച്ചിനകത്ത് എന്താ ആളില്ലാതെ വന്നതിന്റെ കാര്യം എന്നറിയാമോ? അവർക്ക് ലഭിച്ച ഉന്മേഷം ദൈവത്തിന് കൊടുക്കാതിരുന്നത് കൊണ്ടാണ്. The reason why this church became empty was because of the abundance God gave them. They didn't honor God with that. അവർ ദൈവത്തെ ആരാധിച്ച് സന്തോഷം പ്രാപിച്ചവരാ, പക്ഷെങ്കിൽ വേണ്ട ദൈവത്തിന് കൊടുക്കാതിരുന്നപ്പോൾ വേണ്ട ദൈവത്തിന് കൊടുക്കാതിരുന്നപ്പോൾ ഓർത്തു നോക്കണമേ, തലമുറകൾ ദൈവസന്നിധിയിൽ കൈവിട്ടു പോകുവാൻ. We should understand at one time they had all this abundance, plenty of things in their hands, but because they did not honor God, their generations came and there was nobody to serve God. മക്കളെ, നമുക്ക് അനുഭവം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ദൈവം നൽകുന്ന സമൃദ്ധി ദൈവസന്നിധിയിൽ നന്ദി കരേറ്റുവാനിടയായി. If we don't have to go through that same experience, we should be able to give glory and honor back to God. ഞാൻ ചർച്ചിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I want to thank God for the church and the pastor. ഇവിടെയുള്ള യൂത്ത്സിനെ ഓർത്ത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. Also I want to thank for the young people here. ഞങ്ങൾ അമേരിക്കയിൽ പല ചർച്ചുകളിൽ പോയിട്ടുണ്ട്. അവിടെ കണ്ടിട്ടുള്ള കാര്യം ആരാധന കഴിഞ്ഞാൽ ഒറ്റ യൂത്ത്സിനെയും ചർച്ചിനകത്ത് കാണുന്നു. Many churches I've gone to, I've seen after the service many of the youth just walk away from the service. അതെ, നിങ്ങൾ ആരാധനയെ സംബന്ധിച്ച് സന്തോഷം പ്രാപിക്കുന്നത് കണ്ടതോർത്ത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. I rejoice in the fact that you are still here and you are rejoicing in the presence of God. എനിക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. അവരൊക്കെ കർത്താവിന്റെ പേരുള്ള ബന്ധത്തിൽ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്നു. I have 3 children and they're all serving the Lord. അല്പസമയത്തെ ധ്യാനത്തിനായി ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. I want to meditate on the word of God this morning. യോഹന്നാന്റെ സുവിശേഷം to the gospel according to John, 15ാം അധ്യായത്തിന്റെ chapter number 15, 16ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. verse number 16. Praise God. Amen. Hallelujah. John. Amen. അതിന്റെ മത്തായി 21ാം അധ്യായത്തിന്റെ 43ാം വാക്യം കൂടി. Matthew 21 verse 43. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതികൾക്ക് കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. And he said that I will take away the kingdom from you and give it to the Gentiles who will bear the fruit. ഇവിടെ നാം വായിച്ച് കേട്ടതായ വേദഭാഗം നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ആയിരുന്ന അവസരത്തിൽ ദൈവത്തിന്റെ മക്കളോട് അല്ലെങ്കിൽ തന്റെ കൂടെയുള്ള ശിഷ്യന്മാരോട് പറഞ്ഞതായ വാക്കുകളാണ് ആ ഭാഗത്ത് നിന്ന് വായിപ്പാനിടയായത്. This is a scripture portion that we read that Jesus Christ mentioned to his disciples. ഇവിടെ നാം വായിക്കുന്നത് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു? ഫലം കായ്ക്കുവാൻ, ഫലം നിലനിൽക്കുവാൻ. അതോടൊപ്പം തന്നെ കായ്ക്കുന്ന ഫലം, അതേ ഫലം കായ്ക്കുന്നത് അത് കായ്ക്കുന്നില്ല എങ്കിൽ ആ ഫലം നമ്മിൽ നിന്ന് എടുത്ത് ജാതികൾക്ക് കൊടുക്കും എന്നുള്ളതാണ് എൻ്റെ ഇന്ന് പകലിലെ ചിന്താവിഷയം. The thought that I want to mention this morning is God has planted us so that we will bear the fruit, and if you are not able to bear the fruit, he will take that and he will give it to the Gentiles, to others who will bear the fruit. ഈ വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവം നമ്മെ
തിരഞ്ഞെടുക്കുവാനിടയായി നാം അല്ല നമ്മുടെ ദൈവത്തെ First തിരഞ്ഞെടുക്കുവാനിടയായി. of all, you and I should understand it is not us who chose him, but rather he who chose us. ഒരു കാലത്ത് നമുക്ക് പാപികളായി ഭൂമിയിൽ ജീവിച്ചവരാണെന്ന് നമുക്കൊക്കെ അറിയാം. We know that we all were sinners at one point in our life. ഞാൻ പറഞ്ഞല്ലോ 18ാമത്തെ വയസ്സ് വരെ ഒരു പാപിയായി ഭൂമിയിൽ ജീവിച്ചു. എന്റെ ജീവിതത്തിൽ ഒരു ഭൂതകാലം ഉണ്ട് എന്ന് എനിക്കറിയാം. I know that there's a past in my life and that was filled with sin now. എന്നാൽ എന്റെ കർത്താവ് ലോക സ്ഥാപനത്തിന് മുമ്പ് എന്നെ കാണുവാനിടയായി. എന്നെ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് കാണുവാനിടയായി. But the Lord saw me even before the foundations of the world. Not just me, but each and everyone sitting over here. വായിപ്പാനിടയാകുന്നു. നാശകരമായ കുഴിയിൽ കിടന്ന നമ്മെ നമ്മുടെ ദൈവം കരകയറ്റി ക്രിസ്തുവാകുന്ന പാറയിൽ നിർത്തുവാനിടയായി. Amen. He lifted me up from the miry clay and he put me on the rock to stand. That is Jesus Christ. In Psalms 40 we read. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 33ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ആരാണ് നമ്മെ തിരഞ്ഞെടുക്കുവാനിടയായത്? In Romans 8:33 we read, who has chosen us? അവിടെ വായിക്കുന്ന ഇപ്രകാരം, ആ ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം വിധിക്കുമെന്ന് whom God has chosen, who will blame them? നമ്മയൊക്കെ തിരഞ്ഞെടുത്തത് പ്രിയമുള്ളവരെ മറന്നു പോകരുത്, നമ്മുടെ ദൈവമാണ് നമ്മെ തിരഞ്ഞെടുക്കുവാനിടയാകുന്നത്. I mean, it is God who has chosen us. ഭൂമിയിൽ ഒരു മനുഷ്യൻ തിരഞ്ഞെടുക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഈ അനുഭവത്തിൽ വരുവാൻ ഒരു കാരണവശാലും കഴിയത്തില്ലായിരുന്നു. If it was just humans that chose us, we would not be able to experience what we have today. നമ്മൾ പലതും തിരഞ്ഞെടുക്കാറുണ്ടല്ലോ. വസ്തു നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്, വീട് നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്. Many things that we choose, like a land, a home, and many things we make choices in our life. ഒരു വീട് തിരഞ്ഞെടുക്കാൻ പോയാൽ എത്ര വീട് നോക്കിയതിനു ശേഷമാണ് ഒരു നല്ല വീട് നമ്മളൊക്കെ കണ്ടുപിടിക്കുന്നത്. When we want to buy a home, how many homes do we go and look before we can buy the proper one? വസ്ത്രം വാങ്ങിക്കുവാൻ നാം കടയിൽ പോയാൽ എത്രയോ വസ്ത്രം മാറി നോക്കിയതിനു ശേഷമാണ് അതിനകത്തും നല്ല ഒരെണ്ണത്തെ തിരഞ്ഞെടുക്കാനിടയാകുന്നത്. If you want to purchase a cloth, a garment, how many stores you shop around to get that perfect one? അങ്ങനെ ഒന്നും നോക്കിയിട്ടല്ല നമ്മുടെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ഒരു യോഗ്യതയുമില്ലാത്ത ദൈവം തിരഞ്ഞെടുത്ത ദൈവസ്നേഹം എത്രയോ വലിയതാണ്. Amen. But this morning you and I should remember, he did not choose us like that, but when we were not we were not worthy, he chose us. നമ്മളെക്കാട്ടിൽ സൗന്ദര്യമുള്ള എത്രയോ പ്രിയപ്പെട്ടവർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഓർത്ത് നമ്മുടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. Amen. There were many other people who were even more beautiful than us, but God chose us before the foundation of the world. കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലും കിടന്നവരായിരുന്നു നമ്മൾ. While we were in the horrible pit and the miry clay, എന്നാൽ അതിന്റെ മധ്യത്തിൽ നമ്മുടെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, ദൈവമക്കളാക്കി നമ്മെ. Hallelujah. But in the midst of all this, he chose us and he lifted us up. Praise the Lord. ലേഖനത്തിൽ പറയുന്നു, കാൺമീൻ നാം ദൈവമക്കളായി തീരാൻ നമ്മുടെ ദൈവം നമുക്ക് എത്ര വലിയ ഭാഗ്യം നൽകുവാനിടയായി. Amen. In John chapter 3 verse 1 John chapter 3:1 we read, behold how much love he has shown us that we will be called the children of God. നമ്മുടെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നാണ് ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്. This morning I want to remind you one more time, it is God who chose us. എന്തിനു വേണ്ടിയാണ് നമ്മളെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ പോയി And the reason he chose us is that we will go and we will bear the fruit. Amen. Wherever God sends us, we need to go and bear the fruit for him. Jesus called his disciples and said, go, I send you like a wolves among the sheep. Sheep among the wolves, praise God. ദൈവം പറയുന്ന സ്ഥലത്ത് പോയെങ്കിൽ മാത്രമേ ദൈവമക്കളെ ഫലം കായ്ക്കുവാൻ കഴിയത്തുള്ളൂ. Only